ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് പഠിക്കുന്നത്. രൂപങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, പരപ്പളവ് എന്നീ കാര്യങ്ങൾ പഠിച്ചു. ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ √(h), (s) - (b) - (s) - (c), √3/4 a² തുടങ്ങിയ സൂത്രവാക്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് ചതുർഭുജങ്ങളുടെ വ്യത്യസ്തങ്ങളായിട്ട് രൂപങ്ങളിലെ ചുറ്റളവ്, പരപ്പളവ് ആണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശമുള്ള രൂപത്തെയാണ് ചതുർഭുജം എന്ന് പറയുക. 4 വശമുള്ള രൂപത്തെ പൊതുവായി ചതുർഭുജം എന്ന് പറയും. 4 വശങ്ങളുണ്ടാകുമ്പോൾ അതിന് വശങ്ങൾക്ക് പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നുമില്ല എങ്കിൽ അതിന് ചതുർഭുജം എന്നാണ് പറയുക. ഇതൊരു ചതുർഭുജമാണ്. ഇനി ചതുർഭുജത്തിന് പ്രത്യേക ഷേപ്പുകളും അല്ലെങ്കിൽ അതിന് പ്രത്യേക നിയമങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പേര് മാറി മാറി നമ്മൾ വിളിക്കും. അതിലൊന്ന് ചതുരമാണ്. 4 വശങ്ങളും തുല്യമാവുക, 4 കോണുകളും 90 ഡിഗ്രി വീതമാവുക. അങ്ങനെയാണെങ്കിൽ അത് ചതുരാണ്. എല്ലാ വശവും തുല്യമാണെങ്കിൽ അത് സമചതുരമായി മാറി. 4 വശവും തുല്യമാണെങ്കിൽ അത് സമചതുരമായി മാറി. 2 വശങ്ങൾ എതിർവശങ്ങൾ സമാന്തരങ്ങളായി മാറിയാൽ അത് സാമാന്തരികമായി മാറി. 4 സാമാന്തരികങ്ങളുടെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അത് സമഭുജ സാമാന്തരികമായി മാറി. 2 വശങ്ങൾ മാത്രം സമാന്തരമാണെങ്കിൽ അതിനെ ലംബകം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളെ നമ്മൾ അതിൻ്റെ ചുറ്റളവും പരപ്പളവും കാണുകയാണ്. ഇത് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം, ഇത് സ്ക്വയർ, സമചതുരം, ഇത് ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഇത് സാമാന്തരികം, പാരലലോഗ്രാം എന്ന് പറയും. ഇത് ലംബകം, ട്രപ്പീസ്യം എന്ന് പറയും. ഇത് സമഭുജ സാമാന്തരികമാകുമ്പോൾ ഇത് സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരികം അതിന് റോംബസ് എന്നാണ് പറയുക. ഇത് സാമാന്തരികം, പാരലലോഗ്രാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചുറ്റളവും പരപ്പളവും കാണാനുള്ള സൂത്രവാക്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ചതുരത്തിലേക്ക് കടക്കുകയാണ്. ഒരു ചതുരം പറയുമ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചതുരത്തിന് സാധാരണ 2 അളവാണുള്ളത്. ഒരു ലെങ്ത്തിന് L എന്ന് പറയും, ബ്രെഡ്ത്തിന് B എന്നും പറയും. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് ഇവിടുന്ന് രണ്ട് ലെങ്ത് ഉണ്ട്, 2 ബ്രെഡ്ത്ത് ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയാൽ ചുറ്റളവായി. അപ്പോൾ ചുറ്റളവ് സമം പെരിമീറ്റർ സമം ചുറ്റളവ് സമം 2L + 2B. ഇതിനെ ചുരുക്കിയിട്ട് 2 × L + B എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇത് 10ഉം ഇത് 6ഉം ആണെങ്കിൽ 2 × 10 + 6 സമയം 2 × 16 സമം 32 സെൻറ്റിമീറ്ററാണ് സെൻറ്റിമീറ്റർ, മീറ്ററാണ് മീറ്റർ. ആ രീതിയിൽ നമുക്കിതിൻ്റെ ചുറ്റളവ് പറയാൻ വേണ്ടി കഴിയും. ഇനി പരപ്പളവാണ് കാണേണ്ടതെങ്കിൽ പരപ്പളവ് കാണാൻ A = നീളവും വീതിയും കൂടി ഗുണിച്ചാൽ മതി. L × B. ഇപ്പോൾ 10 × 6 സമം 60 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ പരപ്പളവ്. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ 2 × L + B, പരപ്പളവ് കാണാൻ L × B ആണ്. അപ്പോൾ ചതുരം ചുറ്റളവ് പെരിമീറ്റർ = 2 × L + B, ഏരിയ = L × B. ഇതാണ് ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കാണേണ്ട സൂത്രവാക്യം. ഇനി ചതുരത്തിനകത്ത് വരുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ ചതുരത്തിൻ്റെ ഈ ഡയഗണൽ, ഇവിടെ ഡയഗണൽ കണ്ടുപിടിക്കുക. ഡയഗണലാകുമ്പോൾ ഇത് മട്ടത്രികോണമായിട്ട് വരും. അപ്പോൾ ഇത് 8ഉം ഇത് 6ഉം ആണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് മട്ടത്രികോണമായതുകൊണ്ട് പൈതഗോറിയൻ ബന്ധം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ √8² + 6² വരും. √64 + 36 √100. 100ൻ്റെ വർഗ്ഗമൂലം 10 കിട്ടും. അപ്പോൾ ഇത് 10 കിട്ടും. അപ്പോൾ ചതുരത്തിൻ്റെ ഇത് കാണാൻ വേണ്ടി, ഡയഗണൽ കാണാൻ വേണ്ടി, വികരണം കാണാൻ വേണ്ടി D = √L² + B² എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. ഇതാണ് ചതുരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. ഇനി സമചതുരമാകുമ്പോൾ സമചതുരത്തിന് 4 വശങ്ങളും തുല്യമാണ്. 4 വശം തുല്യമാകുമ്പോൾ ഈ വശത്തിന് സാധാരണ സൈഡ് എന്ന് പറയാം. അപ്പോൾ ഇതും സൈഡ് തന്നെ, എല്ലാം സൈഡ് എന്നാണ് പറയുക. ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയില്ല, സൈഡ് എന്നാണ് പറയുക. 4 സൈഡ് തന്നെ. അപ്പോൾ ഒരു സൈഡ് A ആണെങ്കിൽ
ഇതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ 4a ആണ്. 4 × a ഈക്വൽ ടു 4a. അതിൻ്റെ ഏരിയ കാണാൻ a × a ഈക്വൽ ടു a² ആണ്. ഉദാഹരണത്തിന് ഒരു സൈഡ് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 15 × 4 സമം 60 സെൻറ്റിമീറ്റർ. ഏരിയ ഈസ് ഈക്വൽ ടു 15 × 15 സമം 225 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കാണാനുള്ള വഴി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇതിനും ഡയഗണൽ ഉണ്ട്. ഡയഗണലാകുമ്പോൾ ഇവിടെ എയും ആണെങ്കിൽ a² d ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a² പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ a² പ്ലസ് a² വരും. അപ്പോൾ √2a² വരും. അതിൽ a² വർഗ്ഗമൂലം a ആണ്, പിന്നെ √2 a√2 എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ a√2 വരിക. അപ്പോൾ ഇത് 15 ആണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ 15√2, 15 ആകും 15√2, 20 ആകും 20√2, 30 ആകും 30√2, ആ രീതിയിലാകും. അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് സൂത്രവാക്യം സമചതുരത്തിന് പെരിമീറ്റർ 4a, ഏരിയ a², ഡയഗണൽ √2a അല്ലെങ്കിൽ a√2. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് സാമാന്തരികമാണ്. സാമാന്തരികത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. രണ്ട് എതിർവശങ്ങൾ സമാന്തരങ്ങളായി മാറിയാൽ അതിന് സാമാന്തരികം എന്ന് പറയും. ഇതും സമാന്തരമാണ്, ഇതും സമാന്തരമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഇത് ചതുരം ഒന്ന് ചെരിച്ച് വെച്ചാണ്. അപ്പോൾ ചതുരം നിർത്തി വെച്ച അതേ പരപ്പളവ് തന്നെയാണ് ഇവിടെയും കിട്ടുക. ഇവിടെ നമ്മൾ സാധാരണ രണ്ടളവാണ് ഉപയോഗിക്കുന്നത്. ഈ താഴത്തെ സൈഡിന് ബി എന്ന് പറയും, ബേസ്. ഇതിൻ്റെ ഈ രണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കുക. ആ ഡിസ്റ്റൻസിന് ഹൈറ്റ് എന്ന് പറയുക. ഇത് രണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള ഹൈറ്റ്, അതിന് ഡിസ്റ്റൻസ്, അത് ഹൈറ്റ് എന്ന് പറയും. അപ്പോൾ ബേസും ഹൈറ്റും ആണുള്ളത്. അപ്പോൾ ഇത് നേരെ ആക്കിയാൽ ബേസ് ഹൈറ്റും ഒരു ചതുരത്തിൻ്റെ ഷേപ്പായിട്ട് മാറും. അപ്പോൾ ഇതിന് പരപ്പളവ് ഏരിയ ഈസ് ഈക്വൽ ടു b × h ആണ്. ഇതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ചുറ്റളവ് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഈ സൈഡും കൂടി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റളവ് കാണാം. ഈ സൈഡ് തരാത്തതുകൊണ്ട് ചുറ്റളവ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏരിയ സമം b × h ആണ്. ഉദാഹരണത്തിന് ഈ b 10 സെൻറ്റിമീറ്ററും ഈ ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു 10 × 8 സമം 80 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ സാമാന്തരികത്തിൻ്റെ പാരലലോഗ്രാമിൻ്റെ സാമാന്തരികം അതിൻ്റെ ഏരിയ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഏരിയ കാണേണ്ട ഇക്വേഷൻ b × h ആണ്. b എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, ബേസാണ്. h എന്ന് പറഞ്ഞാൽ രണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലാണ്. അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. രണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം, ഇതിനെയാണ് ഹൈറ്റ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാമാന്തരികത്തിൻ്റെതായി. ഇനി സമഭുജ സാമാന്തരികം പറയുമ്പോൾ റോംബസ്. സമഭുജ സാമാന്തരികം എല്ലാ വശവും തുല്യമാണ്. സമഭുജ സാമാന്തരികത്തിൻ്റെ എല്ലാ വശവും തുല്യമാണ്. അപ്പോൾ ഈ വശങ്ങൾ തുല്യമാകുമ്പോൾ ഈ രണ്ട് വികരണത്തിൻ്റെ നീളം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് പെർപെൻഡിക്കുലറായിട്ട് വരും. സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്ട് ചെയ്യും, ലംബമായിട്ട് അതിനെ സമഭാഗം ചെയ്യുന്നതായിരിക്കും സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണം. അപ്പോൾ ഒന്നാമത്തെ വികരണത്തിൻ്റെ നീളം d1 എന്നും രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം d2 എന്നെടുത്താൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവ് ½ × d1 × d2 ആയിരിക്കും. അപ്പോൾ ഏരിയ കാണേണ്ട സൂത്രവാക്യം ഇവിടെ നമുക്ക് തരുന്ന അളവുകളാണ് പറയുന്നത്. രണ്ട് അളവ് തന്നു. ഏതൊക്കെ രണ്ട് ഡയഗണലാണ് തരുന്നതെങ്കിൽ അങ്ങനെ ഏരിയ കാണേണ്ട ഒരു ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. അല്ല എങ്കിൽ സാമാന്തരികത്തിൻ്റെ പ്രത്യേകത ഉപയോഗിച്ചിട്ട് ഇത് സാമാന്തരികം തന്നെയാണ്. അപ്പോൾ BH ഉപയോഗിച്ചിട്ടും കാണാം. ഇത് രണ്ട് തന്നു കഴിഞ്ഞാൽ സമഭുജ സാമാന്തരികത്തിൻ്റെ ഈ പ്രോപ്പർട്ടി, ഈ ഡയഗണലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഈ സൂത്രവാക്യം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം അര × d1 × d2 ആണ്. ഉദാഹരണത്തിന് d1 ഒരു 20 സെൻറ്റിമീറ്റർ, d2 ഒരു 16 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അര × 20 × 16, അപ്പോൾ 320 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 160 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ സമഭുജ സാമാന്തരികത്തിന് അര d1 d2 എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കും. അര × d1 × d2 എന്ന സൂത്രവാക്യം പരപ്പളവ് കാണാൻ ഉപയോഗിക്കാം. ഇനി അവസാനത്തേത് ലംബകമാണ്. ലംബകത്തിൻ്റെ ഷേപ്പ് രണ്ട് വശങ്ങൾ സമാന്തരം, മറ്റ് രണ്ട് വശങ്ങൾ സമാന്തരമോ അല്ലാതെ എന്തും ആവാം, സമാന്തരമാകാൻ വേണ്ടി പാടില്ല. ഈ രണ്ട് വശങ്ങൾ സമാന്തരമായി കഴിഞ്ഞാൽ ഇതിനെ ലംബകം എന്നാണ് പറയുക. ലംബകം അഥവാ ട്രപ്പീസിയം എന്ന് പറയും. ട്രപ്പീസിയത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് തരേണ്ട അളവുകൾ, ഒന്ന് ഈ അടിയിലത്തെ വശത്തിൻ്റെ നീളത്തിന് a എന്ന് പറയുന്നു. സമാന്തരമായിട്ടുള്ള മറ്റേ വശത്തിൻ്റെ നീളം b എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിലുള്ള അകലം ഹൈറ്റ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂത്രമൊക്കെ അര
ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള സൂത്രവാക്യമാണ് ഇതിൻ്റെ പരപ്പളവ് കാണാൻ ഉപയോഗിക്കുക. അപ്പോൾ ലംബകത്തിൻ്റെ പരപ്പളവ് കാണാൻ രണ്ട് സമാന്തര വശങ്ങളിൽ നീളങ്ങൾ തന്നിരിക്കണം, അവ തമ്മിലുള്ള അകലവും തന്നിരിക്കണം. ഈ അളവുകൾ അറിയെങ്കിൽ നമുക്ക് പരപ്പളവ് കാണാൻ വേണ്ടി കഴിയും. ചുറ്റളവ് ഈ സൈഡിൽ തന്നാൽ ചുറ്റളവിൻ്റെ വിഷയം വരുന്നുള്ളൂ, തരാത്തതുകൊണ്ട് ഇവിടെ തന്നുള്ള അളവുകൾ ഈ രണ്ട് സമാന്തര വശങ്ങളുടെ നീളവും അവ തമ്മിലുള്ള അകലവും തന്നുകൊണ്ട് ഇതിൻ്റെ പരപ്പളവ് കാണാൻ അര ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള സൂത്രമൊക്കെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് എ ഒരു 20ഉം എച്ച് ഒരു ബി ഒരു 12ഉം എച്ച് ഒരു 8ഉം ആണെങ്കിൽ അര ഇൻറ്റു എച്ച് 8ആണ് ഇൻറ്റു 20 പ്ലസ് 12 എന്ന് വരും അര ഇൻറ്റു 8 ഇൻറ്റു 32 എന്ന് വരും. അര ഇൻറ്റു 8 ഇൻറ്റു 32 വരും 128 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചതുർഭുജങ്ങളുടെ പരപ്പളവുകൾ ഇത് കാണാൻ ചുറ്റളവൊക്കെ കാണുക. അപ്പോൾ ലംബകത്തിൻ്റെ പരപ്പളവ് കാണാൻ ലംബകം സമം എ സമം അര ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, ലംബകം തുടങ്ങിയവയുടെ സൂത്രവാക്യങ്ങൾ ആ തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. തരാത്ത അളവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ത്രികോണങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടാണ് ഇതിൻ്റെ പരപ്പളവും ഒക്കെ കാണാൻ വേണ്ടി കഴിയുക. ഇനി കൂടുതൽ വശങ്ങളുള്ളവയാണെങ്കിൽ ഇപ്പോൾ 5 വശമൊക്കെ ഉണ്ടെങ്കിൽ 5 വശമുള്ള രൂപങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ്രിലേറ്ററൽ ഒരു ഷേപ്പും ഇല്ലാത്ത ചതുർഭുജമാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനെ ത്രികോണമാക്കിയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കൊണ്ട് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കൊണ്ട് രണ്ടും കൂടി കൂട്ടിയാൽ മതി. അത് ബഹുഭുജങ്ങൾക്ക് എല്ലാം ഇത് ബാധകമാണ്. ഇപ്പോൾ സമഷഡ്ഭുജമാണെങ്കിൽ ഇതിനെ നമുക്ക് 6ആയിട്ട് ഭാഗിക്കാം. 6ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 6 സമഭുജ ത്രികോണങ്ങൾ വരും. 1, 2, 3, 4, 5, 6 സമഭുജ ത്രികോണങ്ങൾ വരും. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് √3/4² വെച്ചിട്ട് 6 കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് 4 വശത്തിൽ കൂടുതൽ വരുന്നുണ്ട്, അതിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ത്രികോണങ്ങളാക്കി മാറ്റി ആ ത്രികോണങ്ങളുടെ പരപ്പളവ് കൊണ്ട് ടോട്ടൽ ചെയ്താൽ അത്തരത്തിലുള്ള രൂപങ്ങളുടെ പരപ്പളവുകൾ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പൊതുവെ ഈ 4 വശങ്ങളുള്ള രൂപങ്ങളുടെ പരപ്പളവുകൾ നമുക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടി കഴിയും. അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ത്രികോണങ്ങളൊക്കെ ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ബഹുഭുജങ്ങളാക്കി 3ഓ 4ഓ ഉള്ള രൂപങ്ങളാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പരപ്പളവ് കൊണ്ട് ടോട്ടൽ ചെയ്താൽ മതി. ഇതാണ് ബഹുഭുജങ്ങളുടെ അല്ലെങ്കിൽ ചതുർഭുജങ്ങളുടെയൊക്കെ പരപ്പളവ് കാണേണ്ട രീതി.